വി വി രാജേഷ്, ബി ജെ പിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ സംസ്ഥാനത്ത് കഴിഞ്ഞ തവണത്തെ കണക്കനുസരിച്ചാണെങ്കിൽ ജയിക്കാൻ ഏറ്റവും പറ്റിയ മണ്ഡലമായിരുന്നു പാലക്കാട്. ഉണ്ടായിരുന്ന നിയമം 2021 നഷ്ടമാവുകയും ചെയ്തു. അപ്പോൾ സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ച് വലിയ ടാസ്ക്കാണ്. ഇതുപോലെ ഒരു സാഹചര്യത്തിലും ഈ മണ്ഡലം ജയിക്കാൻ കഴിയുന്നില്ല എങ്കിൽ കേരളത്തിൽ ബി ജെ പിയെ സംബന്ധിച്ച് ഒരു സ്കോപ്പുമില്ല. അതായത് ഈ വളർച്ച ഇവിടെ തട്ടി നിൽക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ ഈ ശ്രീധരനെ പോലെ അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ പോലെ എല്ലാ മണ്ഡലത്തിലും സുരേഷ് ഗോപിയെ മത്സരിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിങ്ങളുടെ രാഷ്ട്രീയ സാധ്യതകളെ തന്നെ ബാധിക്കില്ലേ അത്? പാലക്കാട് ജയിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ താങ്കളുടെ ഈ ചോദ്യത്തിന് ആ ആംഗിൾ പ്രസക്തിയില്ല. പാലക്കാട് ഞങ്ങൾ തന്നെയാണ് ജയിക്കാൻ പോകുന്നത്. 10,000-ൽ കൂടുതൽ വോട്ടിലെ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഇപ്പോൾ ഈ പോളിംഗ് പെർസെൻറ്റേജ് കൂടെ വന്നപ്പോൾ ഞങ്ങളുടെ ആത്മവിശ്വാസം കൂടുകയാണ്. കാരണം ബി ജെ പിക്ക് ഏറ്റവും ശക്തമായ മേഖലകളിലൊക്കെ നല്ല പോളിംഗ് നടത്തിയിട്ടുണ്ട്. അഭിലാഷ പഞ്ചായത്ത് തിരിച്ച് വരും നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഞാൻ ഈ ചർച്ചയ്ക്ക് വരുന്ന 7:30 മണിക്കുള്ളതിനേക്കാൾ കൂടുതൽ ആത്മവിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ അഭിലാഷ, ബി ജെ പി കേരളത്തിൽ രൂപം കൊണ്ടതിൻ്റെ ചരിത്രത്തിൽ ബി ജെ പിയുടെ ഇത്രത്തോളം ഏറ്റവും നല്ല കാലഘട്ടം ഞങ്ങൾക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല. ഞങ്ങൾ 20% വോട്ട് ക്രോസ് ചെയ്തിരിക്കുകയാണ് സാർ. ഞങ്ങൾ ഒരു എം പിയെ ജയിപ്പിച്ച് 2 കേന്ദ്രമന്ത്രിമാരെ തന്നിരിക്കുകയാണ്. ആ 2 കേന്ദ്രമന്ത്രിമാരെ 4 മാസത്തെ പ്രവർത്തനം ഏറ്റവും നന്നായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് ബി ജെ പി രൂപം കൊണ്ടതിന് ശേഷം ഏറ്റവും നന്നായിട്ടുള്ള തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ പെർഫോമൻസ് കഴിഞ്ഞാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പിലും ഞങ്ങൾ വിജയിക്കും. ഇനി താങ്കൾ ചോദിച്ചു, നിങ്ങൾ പരാജയപ്പെട്ടാൽ അങ്ങനെയൊക്കെ രാഷ്ട്രീയത്തിൽ ചിന്തിക്കാമോ? ഈ പാലക്കാട് ഞങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നില്ല, അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങളെ ജയിക്കുകയുള്ളൂ. അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ CPM ഒക്കെ അടച്ചുപൂട്ടേണ്ട കാലം എത്രയോ കഴിഞ്ഞു. ഞങ്ങൾ 60 വർഷമായിട്ട് ഒരു അസംബ്ലി പോലും സീറ്റ് പോലും ജയിക്കാതെ, ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ലാതെ ഞങ്ങൾ എത്രയോ വർഷങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുക. ഇവിടെ ഈ ജയം കൂടിയാണ്, പാലക്കാടത്തെ ജയവും തൃശ്ശൂരത്തെ ജയവും കൂടി ആകുമ്പോഴേക്കും ഞങ്ങളിപ്പോൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ 50 മണ്ഡലങ്ങളിൽ LDF-നേക്കാൾ മുൻപിലാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കിയാൽ 50 മണ്ഡലങ്ങൾ LDF-നേക്കാൾ മുമ്പിലാണ്. ഞങ്ങളൊരു 18-20 മണ്ഡലങ്ങൾ ഞങ്ങൾ ലീഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പാലക്കാട് വിജയം കൂടി ആകുമ്പോഴേക്കും 2026 ഞങ്ങളായിരിക്കും കേരള നിയമസഭയിലെ നിർണായക കക്ഷി എന്നുള്ള കാര്യത്തിൽ ആ സംശയമില്ല. ഞാൻ ഈ UDF പറഞ്ഞിട്ട് മറുപടി പറഞ്ഞോട്ടെ. അദ്ദേഹം പറഞ്ഞു, പിന്നെ മുസ്ലിം വിഭാഗം മാത്രമല്ല ആഗ്രഹിക്കുന്ന ബി ജെ പി പരാജയപ്പെടണമെന്ന് ഹിന്ദു സമൂഹത്തിലെയും പലരും. ഞാൻ അങ്ങനെ മുസ്ലിം വിഭാഗം ബി ജെ പി പരാജയപ്പെടണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു ഞാൻ പറഞ്ഞില്ല റോജി. അതായത് ഇപ്പം തുടക്കത്തിൽ ഇപ്പം ഞാൻ പാനലിസ്റ്റ് ആണെങ്കിൽ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ നിങ്ങൾ പറയണതെന്ന്. അത് ശരിയാണ്, അത് താങ്കളുടെ മാത്രമല്ല, ഞാനും അങ്ങനെ ചെയ്യുള്ളൂ. ഇപ്പം കൃഷ്ണകുമാർ മത്സരിച്ച ഒരു ഘട്ടത്തിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ മുസ്ലിം സമുദായത്തിന് മേൽക്കൈ ഉണ്ടായിരുന്ന വാർഡിലാണ് കൃഷ്ണകുമാർ മത്സരിച്ച് ജയിച്ചത്. ഞാൻ പറഞ്ഞത് അദ്ദേഹം മത്സരിച്ച് ജയിച്ചത് പോലും മുസ്ലിം സമൂഹത്തിന് മേൽക്കൈ ഉണ്ടായിരുന്ന വാർഡിലാണ്. അദ്ദേഹം ജയിച്ചതിന് ശേഷം 5 വർഷം അദ്ദേഹം നടത്തിയ പ്രവർത്തനം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഒന്നേ ഷെയർ ചെയ്തോട്ടെ. ഞങ്ങളുടെ സിവിൽ സ്റ്റേഷനൊക്കെ ഇരിക്കുന്ന ഏരിയയിലെ ബൂത്തുകളുടെ ചില ചുമതല ഞാൻ നോക്കിയിരുന്നു. അവിടെ ഒരു പൊതുയോഗം ഞങ്ങൾ സംഘടിപ്പിച്ചിരുന്നു യാക്കര ഭാഗത്ത്. അവിടെ തട്ടമിട്ട ഒരു 4-5 മുസ്ലിം സമുദായത്തിൽപ്പെട്ട ലേഡീസ് അവിടെ വന്നിട്ട് സ്ഥാനാർത്ഥി എത്ര മണിക്ക് വരുമെന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞു, തിരക്കായതുകൊണ്ട് സ്ഥാനാർത്ഥി ഇന്നത്തെ പൊതുയോഗത്തിലൂടെ വരില്ല, സ്ഥാനാർത്ഥി അടുത്ത ദിവസം മാത്രമേ വരുള്ളൂ. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചുപോയി. ഞാൻ പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് ഞാൻ കണ്ട, കാരണം ഞാൻ അവിടെ ആ സ്ഥലത്ത് പ്രസംഗിച്ച ആളാണ്, യാക്കര ഭാഗത്ത് ഞാൻ പ്രസംഗിച്ച ആളാണ്. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി കൃഷ്ണകുമാർ മുനിസിപ്പൽ കൗൺസിലറായ സമയത്ത്, വൈസ് ചെയർമാനായ സമയത്ത് അവരുടെ വ്യക്തിപരമായ ചില കാര്യങ്ങളിൽ ഇടപെട്ട് കുറച്ച് സഹായിച്ചിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവർ വന്നാണ് അദ്ദേഹത്തെ കാണാൻ വേണ്ടി. ക്രൈസ്തവ സമുദായം, ഞാൻ പറയട്ടെ അഭിലാഷ്, കംപ്ലീറ്റ് ചെയ്തോളൂ, അവർക്ക് ഒരുപാട് സമയം കൊടുത്തല്ലേ. ഇപ്പോൾ രാജഗോപാൽ മത്സരിച്ചിരുന്ന സമയത്ത് ഈ തിരുവനന്തപുരത്ത് 4-5 ഭാഗത്തുള്ള ക്രൈസ്തവ സമൂഹം ഭൂരിപക്ഷത്തിലുണ്ടായിരുന്ന എല്ലാ വാർഡുകളിലും അദ്ദേഹം ലീഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു വാർഡിലെ കൗൺസിലറാണ്. എൻ്റെ വാർഡിൽ ക്രൈസ്തവ സമൂഹത്തിന് നല്ല ശതമാനം വോട്ടുള്ള ബൂത്തിൽ എനിക്ക് നല്ല ഭൂരിപക്ഷമുണ്ട്. അവർ വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുസ്ലിം സമുദായത്തിലെയും ക്രൈസ്തവ വിഭാഗത്തിലെയും വലിയ വിഭാഗമൊന്നും അല്ലെങ്കിലും ജനങ്ങൾ ഞങ്ങൾ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല ഒരു കാര്യം ഞാൻ പറയാമല്ലോ, ഒരു 4500-5000 വോട്ട് വരുന്ന പാലക്കാട് നിയോജക മണ്ഡലത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ നല്ലൊരു വിഭാഗം ജനങ്ങൾ വളരെ പ്രതീക്ഷയോടാണ് കൃഷ്ണകുമാറിന്റെ വിജയത്തെ കാണുന്നത്. വഖഫ് വിഷയം നിങ്ങൾ ചർച്ച ചെയ്യണം, നിങ്ങൾ ചർച്ച ചെയ്യാൻ മടിക്കുന്നു, നിങ്ങൾ ഭയക്കുന്നു. ശരി, എന്തായാലും നമുക്ക് പെട്ടി പൊട്ടിക്കുന്നതുവരെ കാത്തിരിക്കാൻ 2-3 ദിവസത്തിന്റെ കാത്തിരിപ്പല്ലേ ഉള്ളൂ. അതുവരെ ഉള്ള ചർച്ചകൾക്ക് അത്ര പ്രസക്തിയേ ഉള്ളൂ. 23-ാം തീയതി കാണാമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് പിരിയാം.